ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മറുവശത്ത് മലയാളത്തിന്റെ സ്വകാര്യ അഹങ്കാരം മോഹൻലാൽ. കണ്ടും മിണ്ടിയും ഇരുവർ എന്ന അഭിമുഖത്തിന്റെ ടീസർ പുറത്തു വന്നപ്പോൾ തന്നെ രാഷ്ട്രീയ കേരളം ഉണർന്നു. അതിന്റെ പൂർണ്ണരൂപം ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് റിപ്പോർട്ടുകൾ. ഗൗരവക്കാരനായ പിണറായി വിജയനെ അല്ല നാം ഇവിടെ കാണുന്നത്, മറിച്ച് മോഹൻലാലിന്റെ ചോദ്യങ്ങൾക്ക് ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്ന, വളരെ ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സൗമ്യനായ ഒരു മുഖ്യമന്ത്രി. ഈ ഇമേജ് മേക്ക് ഓവർ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും? സെലിബ്രിറ്റികളെ ഉപയോഗിച്ച് രാഷ്ട്രീയ നേതാക്കൾ ജനവികാരത്തെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ഇത് ആദ്യമാണ്. ലോകത്തെ വമ്പൻ നേതാക്കൾ പയറ്റിത്തെളിഞ്ഞ ഈ സ്റ്റാർ ടാറ്റിക്സ് എന്താണ്? നമുക്ക് നോക്കാം. താരങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത്തരം ഇന്റർവ്യൂവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ സ്വഭാവമാണ്. സാധാരണ രാഷ്ട്രീയ അഭിമുഖങ്ങളിൽ നാം കാണുന്ന ചോദ്യശരങ്ങളോ ഭരണപ്രതിപക്ഷ തർക്കങ്ങളോ ഇവിടെയില്ല. പകരം താരത്തിന്റെ മനോഹരമായ അവതരണത്തിൽ നേതാവ് തന്റെ വ്യക്തിപരമായ വിശേഷങ്ങളും ചിരിയും പങ്കുവയ്ക്കുന്നു. ഇരുവർ എന്ന പേരിൽ പുറത്തിറങ്ങാൻ പോകുന്ന അഭിമുഖത്തിന്റെ കാര്യവും വ്യത്യസ്തമല്ല. ഭരണ നേട്ടങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്ക് ഒരു മൃദുഭാവം നൽകാൻ ഈ കൂടിക്കാഴ്ച സഹായിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. കടുത്ത തീരുമാനങ്ങൾ എടുക്കുന്ന ഇരട്ട ചങ്കൻ എന്ന ഇമേജിൽ നിന്ന് ജനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, തമാശകൾ ആസ്വദിക്കുന്ന ഒരാളായി പിണറായി വിജയനെ അവതരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പിന്നിലെ തന്ത്രം. യുവാക്കൾക്കിടയിലും നിഷ്പക്ഷ വോട്ടർമാർക്കിടയിലും ഒരു പോസിറ്റീവ് തരംഗം സൃഷ്ടിക്കാൻ മോഹൻലാലിനെ പോലൊരു താരത്തിന് സാധിക്കുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. പിണറായി വിജയനും മോഹൻലാലും ഒന്നിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ CPM ആഘോഷമാക്കുമ്പോൾ ഇതിന് മറുപടിയായി കോൺഗ്രസ് രംഗത്തെത്തി കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഈ നീക്കം ഒരു പുതിയ തന്ത്രമല്ല എന്ന് തെളിയിക്കാൻ 2016 ഉമ്മൻചാണ്ടിയും മോഹൻലാലും നടത്തിയ അഭിമുഖത്തിന്റെ ദൃശ്യങ്ങൾ ജയ്ഹിന്ദ് TV വീണ്ടും പുറത്തുവിട്ടിരിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്ന ആ കാലഘട്ടത്തിൽ ജനകീയനായ ഉമ്മൻചാണ്ടിയുടെ ഇമേജ് കൂടുതൽ മൃദുവാക്കാൻ ആ അഭിമുഖം സഹായിച്ചു. എങ്കിലും ആത്യന്തികമായി ആ തിരഞ്ഞെടുപ്പിൽ UDF-ന് അധികാരം നിലനിർത്താനായില്ല എന്നത് ചരിത്രം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതിനു മുൻപ് നാം ഇത്തരത്തിലുള്ള അഭിമുഖങ്ങൾ കണ്ടിട്ടുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അക്ഷയ് കുമാറും തമ്മിലുള്ള അഭിമുഖം അത്തരത്തിലുള്ള ഒന്നായി വിലയിരുത്തപ്പെടുന്നു. അതൊരു നോൺ പൊളിറ്റിക്കൽ ഇന്റർവ്യൂ ആയിരുന്നു. മോദിജി എങ്ങനെ മാമ്പഴം കഴിക്കുന്നു എന്നതായിരുന്നു ആ അഭിമുഖത്തിലെ ഏറ്റവും വൈറലായ ചോദ്യം. രാഷ്ട്രീയം മാറ്റി നിർത്തി ഒരു സാധാരണ മനുഷ്യനായി പ്രധാനമന്ത്രിയെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ ആ അഭിമുഖം വിജയിച്ചു. നരേന്ദ്രമോദിയുടെ വിജയത്തിന് പിന്നിൽ മറ്റനേകം ഘടകങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പുതിയ തലമുറയ്ക്കിടയിൽ അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടാൻ ആ ഇന്റർവ്യൂവിന് വലിയൊരു അളവ് വരെ കഴിഞ്ഞു. ആ തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ BJP വീണ്ടും അധികാരത്തിലെത്തി. ഇനി ആഗോളതലത്തിൽ ഏത് രീതിയിലാണ് രാഷ്ട്രീയ നേതാക്കൾ ഈ ട്രെൻഡ് ഉപയോഗിച്ചതെന്ന് നോക്കാം. അമേരിക്കൻ പ്രസിഡന്റുമാർ എന്നും സെലിബ്രിറ്റികളെ കൂട്ടുപിടിച്ചിട്ടുണ്ട്. ബരാക് ഒബാമ ഇതിന്റെ മാസ്റ്ററാണ്. പ്രശസ്ത കോമഡി ഷോകളിലും പോഡ്കാസ്റ്റുകളിലും അതിഥിയായി എത്തി അദ്ദേഹം തന്റെ കൂൾ ഇമേജ് നിലനിർത്തി. യുവാക്കളുടെ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ ഹോളിവുഡ് താരങ്ങൾ ഒബാമയ്ക്ക് വേണ്ടി പ്രചാരണം നടത്തി. ഹോളിവുഡ് നടൻ കാൽ പെൻ ഒബാമയുടെ ക്യാമ്പയിൻ കോ ചെയർമാനായി പ്രവർത്തിച്ചുകൊണ്ട് 16 സംസ്ഥാനങ്ങളിലാണ് യുവാക്കൾക്കായി പ്രചാരണം നടത്തിയത്. കൂടാതെ ജോർജ് ക്ലൂണി, ടോം ഹാങ്ക്സ്, ഒപ്ര വിൻഫ്രി തുടങ്ങിയ അതികായന്മാർ ഒബാമയ്ക്ക് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങി. 2008 തിരഞ്ഞെടുപ്പിൽ 18-നും 29-നും ഇടയിൽ പ്രായമുള്ളവരുടെ 66% വോട്ടുകളും ഒബാമയ്ക്ക് ലഭിക്കുന്നതിൽ ഈ താരപ്പകിട്ട് വലിയ പങ്കുവഹിച്ചു. രാഷ്ട്രീയത്തിലെ ഗൗരവമേറിയ വിഷയങ്ങൾക്കുപരിയായി പോപ്പ് കൾച്ചറിലൂടെ യുവാക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സിനിമാ താരങ്ങളുടെ സ്വാധീനം ഒബാമയ്ക്ക് തുണയായി. ഡൊണാൾഡ് ട്രംപ് ആകട്ടെ രാഷ്ട്രീയത്തിൽ എത്തുന്നതിന് മുൻപേ ഒരു റിയാലിറ്റി ഷോ താരമായിരുന്നു. കിം കാർദിയാഷിയാനെ പോലെയുള്ള താരങ്ങളെ വൈറ്റ് ഹൗസിൽ എത്തിച്ചും അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞിരുന്നു. വ്ളാഡിമിർ പുടിൻ പോലും തന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ റഷ്യൻ സിനിമയിലെ പ്രമുഖരുമായി ചേർന്ന് പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. കേവലം രാഷ്ട്രീയ ചർച്ചകൾക്ക് പകരം റഷ്യൻ സിനിമയിലെ പ്രമുഖ താരങ്ങൾക്കൊപ്പം ഐസ് ഹോക്കി കളിച്ചും ആയോധന കലകൾ പ്രദർശിപ്പിച്ചും അദ്ദേഹം വാർത്തകളിൽ നിറയുന്നു. ലോകശക്തികളായ അമേരിക്കയുടെയും റഷ്യയുടെയും ഭരണാധികാരികൾ പോലും അധികാരം ഉറപ്പിക്കാൻ വിനോദ മേഖലയിലെ പ്രമുഖരെ കൂട്ടുപിടിക്കുന്നത് ഒരു ആഗോള തന്ത്രത്തിന്റെ ഭാഗമാണ്. സാധാരണ രാഷ്ട്രീയ നേതാക്കൾ വാർത്താ സമ്മേളനങ്ങളിലും പ്രസംഗങ്ങളിലും ഗൗരവക്കാരായാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ഇത് ജനങ്ങൾക്കിടയിൽ അവരെക്കുറിച്ചുള്ള ഒരു കർക്കശക്കാരൻ എന്ന പ്രതിച്ഛായ ഉണ്ടാക്കിയേക്കാം. പക്ഷേ ജനകീയനായ ഒരു സിനിമാ താരത്തിനൊപ്പം ലളിതമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ, ഉദാഹരണത്തിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം, സിനിമ, കുടുംബം എന്നിവയെപ്പറ്റി സംസാരിക്കുമ്പോൾ നേതാവ് ഒരു സാധാരണ മനുഷ്യനായി മാറുന്നു. അദ്ദേഹം നമ്മളെപ്പോലെ ഒരാളാണല്ലോ എന്ന തോന്നൽ വോട്ടർമാരിൽ ഉണ്ടാക്കാൻ ഇത് സഹായിക്കുന്നു. നരേന്ദ്രമോദി, അക്ഷയ് കുമാർ അഭിമുഖത്തിൽ നാം കണ്ടതും ഇപ്പോൾ പിണറായി വിജയൻ, മോഹൻലാൽ ടീസറിൽ കാണുന്നതും ഇത് സോഫ്റ്റ് ഇമേജ് നിർമ്മാണമാണ്. എല്ലാ വോട്ടർമാരും രാഷ്ട്രീയ വാർത്തകൾ പിന്തുടരുന്നവരല്ല. പാർട്ടി ചാനലുകളോ രാഷ്ട്രീയ പ്രസംഗങ്ങളോ കാണാത്ത വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട്. രാഷ്ട്രീയത്തോട് വലിയ താല്പര്യമില്ലാത്ത എന്നാൽ സിനിമയെയും താരങ്ങളെയും സ്നേഹിക്കുന്ന ന്യൂട്രൽ വോട്ടർമാരിലേക്ക് നേതാക്കളുടെ മുഖമെത്തിക്കാൻ ഇത്തരം സംവാദങ്ങൾ സഹായിക്കും.
ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക പത്രക്കുറിപ്പിനേക്കാളും അല്ലെങ്കിൽ മണിക്കൂറുകൾ നീളുന്ന അവരുടെ വാർത്താ സമ്മേളനത്തെക്കാളും വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തുന്നത് സിനിമാ താരങ്ങൾ ഉൾപ്പെടുന്ന ഇത്തരം ദൃശ്യങ്ങളാണ്. വീഡിയോ നിമിഷങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാകും. തംബ്നെയിലിൽ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ചിത്രം കൂടി വരുമ്പോൾ വീഡിയോയുടെ ക്ലിക്ക് റേറ്റും വർദ്ധിക്കും. രാഷ്ട്രീയ നേതാക്കൾ സിനിമാ താരങ്ങളെ കൂട്ടുപിടിക്കുമ്പോൾ അതിനെ കേവലം ഒരു സൗഹൃദ സംഭാഷണമായി കാണാൻ പ്രതിപക്ഷം തയ്യാറല്ല. ഇതിനെ ശ്രദ്ധ തിരിക്കൽ തന്ത്രം എന്നാണ് അവർ വിശേഷിപ്പിക്കുന്നത്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, സാമ്പത്തിക പ്രതിസന്ധി തുടങ്ങിയ ഗൗരവകരമായ വിഷയങ്ങൾ ചർച്ചയാകേണ്ട സമയത്ത് ജനങ്ങളുടെ ശ്രദ്ധ താരപ്പകിട്ടിലേക്ക് തിരിച്ചുവിടുന്നത് ഒരുതരം രാഷ്ട്രീയ കൗശലമാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് പകരം ആരാധനയോടെ നോക്കുന്ന ഒരു സിനിമാ താരത്തെ മുന്നിലിരുത്തുന്നതിലൂടെ നേതാക്കൾക്ക് ഒരു സുരക്ഷിത കവചം ലഭിക്കുന്നു. എന്നാൽ ഇതിനൊരു മറുപുറമുണ്ട്. കേരളം പോലൊരു സംസ്ഥാനത്ത് വോട്ടർമാരുടെ രാഷ്ട്രീയ ബോധം വളരെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ സാന്നിധ്യം സ്ക്രീനിൽ കൗതുകമുണ്ടാക്കുമെങ്കിലും പോളിംഗ് ബൂത്തിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നത് ഭരണത്തിന്റെ നിലവാരവും തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും കൂടി നോക്കിയായിരിക്കും. മുൻപ് ഉമ്മൻചാണ്ടിക്ക് ലഭിച്ച അതേ തിരിച്ചടി ഇപ്പോൾ പിണറായി വിജയനും ഉണ്ടാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. സിനിമയിൽ കഥാഗതി നിശ്ചയിക്കുന്നത് സംവിധായകനാണ്. അവിടെ ക്ലൈമാക്സ് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കും. എന്നാൽ രാഷ്ട്രീയത്തിലെ തിരക്കഥ എഴുതുന്നത് ജനങ്ങളാണ്.